പെട്ടെന്നൊരു കുളം കാണുമ്പോൾ നമുക്ക് പോയിട്ടൊക്കെ മീൻ പിടിക്കാം, അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റൂല. നമ്മളൊരു വെള്ളത്തിലോട്ട് ഇറങ്ങിയാലും ആ വെള്ളം പകല് കാണുന്ന പോലെ ആയിരിക്കില്ല രാത്രി. ഒഴുക്കില് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ആഴം ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ തെന്നിപ്പോയി കഴിഞ്ഞാൽ കൂടെ ഉള്ള ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത രക്ഷാപ്രവർത്തനത്തിന് വിളിച്ച് പറയാനെങ്കിലും ഒരാൾ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമുക്കെതിരെ കുറച്ച് നെഗറ്റീവ് കമന്റ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഫിഷർമാനെ കുറിച്ചൊക്കെ ഫിഷിങ്ങിന് പോകുമ്പോൾ അവർ മറ്റുള്ള ആൾക്കാർ കംപ്ലൈൻറ്റ്സ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് എന്തെങ്കിലും റൂൾസ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണോ? ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് ഇപ്പോൾ ഇല്ലീഗലി ഒരാൾ അങ്ങനത്തെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു വഴി ഒരു മീനെ പിടിക്കുന്ന കണ്ടു, അപ്പം നിങ്ങൾ നോർമലി അയാളെ വാൺ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ഞങ്ങൾ വാണിംഗ് ചെയ്യും, കൂടാതെ റിപ്പോർട്ടും ചെയ്യും. ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെയാണല്ലോ പോകുന്നത്. സോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ വൈൽഡ് ലൈഫിനെ കാണുക അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാക്ക് ഉണ്ടാകുക, പേടിച്ചു ഓടുക, അങ്ങനത്തെ ഉള്ള ഒരു സ്കെയറി മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം. Welcome to another flavorful sip of Chai Kada Chat. Today we are casting our lines into a subject which is very close to nature and soul. Yes, fishing in Ontario. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒൻറ്റാരിയോയിലുള്ള ലേക്സ് ഏറ്റവും കൂടുതൽ ഗൂഗിൾ മാപ്പിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ലേക്സ് നേരിട്ട് കണ്ടിട്ടുള്ള 3 വ്യക്തികളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അഖിൽ ഡേവിസ്, ലിബിൻ കുര്യാക്കോസ് ആൻഡ് അബിൻ റോയ്സൺ. വെൽക്കം ഗൈസ്, വെൽക്കം ടു ചായ് കട ചാറ്റ്സ്. താങ്ക് യു. സോ നിങ്ങളോട് പെട്ടെന്നൊരു ചോദ്യം. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു വാക്ക് ഒറ്റ വാക്കി പറയണം. പാഷൻ എന്ന് മാത്രം പറയരുത്, ബാക്കി എന്തുകൊണ്ടും പറയണം. അത് ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു കാര്യം അല്ലാത്തതുകൊണ്ട് അതിനൊരു ഒറ്റ വാക്ക് കിട്ടുന്നില്ല. ഓക്കെ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ലേ, പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ട്രെസ് ബസ്റ്റർ ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അഡിക്ഷൻ. ഡിസ്ക്രിപ്റ്റീവ് മാത്രം ആൻസർ എഴുതി പരിചയമുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒൻറ്റാരിയോയിൽ ആദ്യമായിട്ടൊരു ഫിഷിംഗ് തുടങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പ്രിപ്പയർ ആവേണ്ടത്? അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളൊക്കെ ഫിഷിംഗ് തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ് ഫിഷിംഗ് ലൈസൻസ് എടുക്കുന്നത് മുതൽ ആ ഒരു സ്റ്റാർട്ടപ്പ് പ്രോസസ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ഫിഷിംഗ് ലൈസൻസ് നമുക്ക് പല രീതിയിൽ എടുക്കാം. നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് കനേഡിയൻ ടയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിഷിംഗ് ടാക്കിൾ സ്റ്റോർ, ബാസ്പ്രോക്കെ പോലെയുള്ള വലിയ കടകളിലൊക്കെയാണ് നമ്മൾ ചെല്ലുന്നെങ്കിൽ നമുക്ക് അവിടുന്ന് ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈസൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് ഡയറക്റ്റ് അവരുടെ അടുത്ത് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ PDF ആ ഒരു ഫയൽ നമ്മളുടെ ഇമെയിലിലോട്ട് വരും. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് ലൈസൻസിന് മുമ്പ് തന്നെ ഔട്ട്ഡോർ കാർഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഔട്ട്ഡോർ കാർഡ് പ്ലസ് ഫിഷിംഗ് ലൈസൻസ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഔട്ട്ഡോർ കാർഡാണ് ഫിഷിങ്ങിനായാലും ഹണ്ടിങ്ങിനായാലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി റോഡ് കാര്യങ്ങൾ അതിനേക്കാളൊക്കെ മുമ്പ് ലൈസൻസ് എടുത്താൽ നമ്മൾ ഏറ്റവും അത്യാവശ്യം അറിയേണ്ടത് ഒണ്ടാരിയോ ഫിഷിംഗ് റെഗുലേഷൻസ്. അതാണ് നമ്മളുടെ ഒണ്ടാരിയോയിൽ മീൻ പിടിക്കുന്നവരുടെ ബൈബിൾ എന്ന് പറയുന്നത് ഒണ്ടാരിയോ ഫിഷിംഗ് റെഗുലേഷൻസ് ആണ്. നമ്മൾ എങ്ങനെ പിടിക്കണം, എവിടെ പിടിക്കണം, എപ്പോൾ പിടിക്കണം, എത്ര മീനുകൾ നമുക്ക് പിടിക്കാം എന്നുള്ളതെല്ലാം അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. കാണാപ്പാടം പോലെ ഇങ്ങനെ പറയാം. കാരണം ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? അല്ല, നമ്മളായാലും ആ എടുക്കുന്ന ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റൂൾസ് ഒക്കെ വായിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ഓരോ സോണായിട്ട് ഓരോ ഏരിയകൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കണം ഒണ്ടാരിയോ തന്നെ. അപ്പൊ അത് നമ്മൾ മെയിനായിട്ട് അറിയണം. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ ഈ ഒണ്ടാരിയോ റൂൾ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സോൺ കാണാം. എന്നിട്ട് ആ സോണിന്റെ റൂൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് ആ ഏരിയകളിലെ സോൺ റൂൾസ് കാണാൻ പറ്റും. പെട്ടെന്നൊരു കുളം കാണുമ്പോൾ നമുക്ക് പോയിട്ടൊക്കെ മീൻ പിടിക്കാം, അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റൂല. പക്ഷേ മോസ്റ്റ്ലി എല്ലാ ലേക്കും പെർമിറ്റഡ് ആണ്. അല്ലാത്ത പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അങ്ങനെ അല്ലെങ്കിലും നമുക്ക് പറ്റൂലല്ലോ. ഞാനൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന മാപ്പിലൊക്കെ വെറുതെ സെർച്ച് ചെയ്യും, ഒരു ലേക്ക് കാണുമ്പോൾ അവിടെ പോയി നോക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അറിയണം ഈ റൂൾസിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ കുറെ സ്ഥലത്ത് ബാൻഡ് ആയിട്ടുള്ള സമയമുണ്ട്, ഫിഷിംഗ് സാഞ്ചുറീസും അങ്ങനെയൊക്കെ ഉള്ള സമയമുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഈ റൂൾ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എങ്ങനെയാണ് രവിൻ ഈ ഒരു ഫിഷിംഗിലേക്ക് വന്നത്? നാട്ടിൽ ഇങ്ങനെ മീൻ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു ഇൻട്രസ്റ്റ്, പാഷൻ എങ്ങനെയാണ് ഡെവലപ്പ്? അല്ല, തീർച്ചയായിട്ടും നാട്ടിൽ എനിക്ക് മീൻ പിടിക്കാൻ ഒരു സാഹചര്യം അങ്ങനെ കിട്ടിയിട്ടില്ല. ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷമാണ് ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ വീഡിയോസും കണ്ടും അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ കാനഡയിൽ എത്തിയത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആൾക്കാരായിട്ട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, കോവിഡിന് ശേഷം ആൾക്കാരായിട്ട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സോഷ്യലൈസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു മീൻസ് ആയിരുന്നു എനിക്ക് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പം ഫിഷിങ്ങിന് വന്നതിന് ശേഷം ഒരുപാട് കമ്മ്യൂണിറ്റി ഒരുപാട് വളർന്നു. ഞങ്ങളിപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പായി, ഒരുപാട് പേരായി, ഒരുപാട് കോൺടാക്ട്സ് ആയി. കാരണം എനിക്ക് മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എനിക്ക് ആൾക്കാരോട്ട് സോഷ്യലൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. ഫിഷിങ്ങിന് വന്നതിന് ശേഷമാണ് അതിനൊരു ഓപ്ഷൻ നന്നായിട്ട് ആയത്.
ഇപ്പൊ ഇവിടെ കാനഡയിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് സമ്മറിലും ഫിഷിംഗ് ഉണ്ട്. ഇപ്പൊ സമ്മർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫിഷിങ്ങിന് പോകുന്നത്. എസ്പെഷ്യലി ഒരുപാട് ആൾക്കാർ സമ്മറാണ് അപ്പൊ ചൂണ്ട മേടിച്ച് ഫിഷിങ്ങിന് പോകാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ലൈസൻസ് എടുത്ത് ഫിഷിങ്ങിന് പോകുന്നവരുണ്ട്, ലൈസൻസ് എടുക്കാതെ ഫിഷിങ്ങിന് പോകുന്നവരുണ്ട്. പക്ഷെ ലൈസൻസ് ഇല്ലാതെ ഇവിടെ ഫിഷിംഗ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. ആകെ കുറച്ച് ദിവസം മാത്രം നമുക്ക് ലൈസൻസ് ഇല്ലാതെ ഫിഷ് ചെയ്യാൻ പറ്റും. ഫാദേഴ്സ് ഡേ ഇപ്പൊ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ഫാദേഴ്സ് ഡേന് ലൈസൻസ് വേണ്ട, അത് പാരന്റ്സിനാണെങ്കിലും വേണ്ട. പക്ഷെ ഫിഷിംഗ് പിടിക്കുന്ന സമയത്ത് ഫിഷിങ്ങിന്റെ സമയത്ത് നമുക്ക് ഓരോ ഫിഷിനും ഇന്ന സമയം കൊടുത്തിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് ആ ഒരു ടൈം ഫ്രെയിം എങ്ങനെയാണ്? ചിലപ്പം കോമൺലി നമ്മളിപ്പം ഫിഷ് ചെയ്യുന്നത് സാൽമൺ ഫിഷ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബാസ് ഫിഷ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ടൈം ഫ്രെയിം ഉണ്ടോ? യെസ്, സീസൺ ആയിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തേക്കണത്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റൂൾ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സോണുകളുടെ ഇതനുസരിച്ചാണ് ഓരോ സോണിലും ഫിഷിങ്ങിന്റെ ഇത് വരുന്നത്. ആ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പൊ ബാസിനൊക്കെ ആണെങ്കിൽ ഫോർത്ത് സാറ്റർഡേ ഓഫ് ജൂൺ ആണ് മോസ്റ്റ് ഓഫ് ദ സോൺസിലുള്ളത്. ചില സോൺസിൽ നേരത്തെ തുടങ്ങും. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ പോയ സ്പോട്ടിലൊക്കെ ആണെങ്കിൽ ഇന്നലെ തുടങ്ങിയായിരുന്നു. എന്ന് വെച്ചാൽ തേർഡ് സാറ്റർഡേ തുടങ്ങും. അപ്പൊ അത് ആ റൂൾ ബുക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോൺസ് അനുസരിച്ച് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇന്നലെ പോയപ്പോൾ ഏത് മീനാ കിട്ടിയത് നിങ്ങൾക്ക്? ഇന്നലെ പോയി ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾ പോയ മീനെ കിട്ടിയത്. ഇതങ്ങനെയാണല്ലോ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയാണോ ഒരു മീനെ പിടിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്ത് ഇന്ന് ഞാൻ ആ മീനെ പിടിക്കും? ഫിഷിംഗ് നമ്മുടെ ഒരു ഫിഷിംഗ് ട്രിപ്പ് നമ്മൾ ഒരു തേഴ്സ്ഡേ, ഇപ്പൊ വീക്കെൻഡ്സിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു തേഴ്സ്ഡേ വൈകുന്നേരം നമ്മളൊരു കോളോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ വീക്കിലേക്ക് ഏത് മീനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സാൽമൺ ഫിഷിങ്ങിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ തന്നെ ബീഡ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ റോ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ അതിനുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സമ്മർ ഫിഷിങ്ങിൻ്റെ സമയത്താണെങ്കിൽ ബാസ് ആണെങ്കിൽ അതിൻ്റെതായ ലൂർസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ട്രിപ്പിന് പോകുമ്പോൾ നമ്മളത് ഫോക്കസ് മെയിൻലി ആ ഫിഷിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. പക്ഷേ ഇന്നലെ പറഞ്ഞാൽ സമ്മർ ഫിഷിംഗ് കുറച്ച് അൺസർട്ടൺ ആണ്. കാരണം എല്ലാ ദിവസവും പോയാലും ഇപ്പം നമുക്ക് ഫിഷിംഗ് സക്സസ് ആകണമെന്നില്ല. പക്ഷേ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഫിഷിനെ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പോകുന്ന ഇന്നലെ പോയ ട്രിപ്പ് റോഡ് ട്രിപ്പ് ഈസ് അമേസിങ് ആയിരുന്നു. കാരണം നമ്മൾക്ക് ഒരുപാട് വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് ഉണ്ടായിരുന്നു പോയ വഴിക്ക്. അതുപോലെ തന്നെ ഭയങ്കര സീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ 3 പേരുടെയും കണ്ണിൽ ആ ഒരു ഉറക്കച്ചടവ് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഭയങ്കര അഡ്വഞ്ചർ കൂടിയാണല്ലേ ഫിഷിംഗ് എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ നമ്മള് ആ ഒരു ടൈം ഇപ്പൊ രാത്രിയിലാണോ പകലാണോ ഏത് സമയമാണ് കൂടുതൽ ഫിഷിങ്ങിന് നല്ലത്? നോർമലി അങ്ങനെ ഇവിടെ ഓരോ മീൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ വോളയെന്നൊക്കെ പറഞ്ഞ മീൻ രാത്രിയാണ് ഇത് കൂടുതൽ ഫീഡിങ്ങിന് ഇറങ്ങണത്. അപ്പോൾ രാത്രി മാത്രമേ ഇത് ഇറങ്ങുള്ളൂ. ഒരു 10 മണിക്ക് ശേഷമാണ് ഇതിന്റെ മെയിൻ ആക്ടിവിറ്റി നടക്കണത്. പക്ഷെ ബാക്കിയുള്ള മീനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റീൽ ഹെഡ്, സാൽമൺ ഇതൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം. മോസ്റ്റ്ലി എല്ലാ മീനും ഏറ്റവും കൂടുതൽ ബൈറ്റ് ടൈം വരുന്നത് മോർണിംഗ് ഓർ ഈവനിങ്. അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ്. മാക്സിമം ഒരു പകല് തന്നെ പോകാനായിട്ട് നോക്കുക. കാരണം മീനുകൾ രാത്രി ഒരുമാതിരിപ്പെട്ട മീനുകളെല്ലാം ഇപ്പൊ വാളയി ഒഴിച്ച് അങ്ങനെയുള്ള ആ മീനുകൾക്ക് രാത്രിയാണ് കൂടുതൽ. അവരുടെ വലിയ കണ്ണുള്ള മീനുകൾക്ക് രാത്രി ഒത്തിരി കാഴ്ച ഉണ്ടെന്ന് പറയാം. അതുപോലെ നമ്മളൊരു ടോർച്ച് അടിക്കുവാണെങ്കിൽ ആ കണ്ണിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ആ ഒരു ഭാഗത്ത് മീനെ കാണത്തില്ല, പക്ഷെ അതിന്റെ കണ്ണ് രണ്ടും ഇങ്ങനെ കത്തിക്കുന്നതാണ്. അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ എപ്പോഴും കാലത്ത് തന്നെ, കാരണം മീനുകൾ ഏറ്റവും കൂടുതൽ തീറ്റ എടുക്കുന്ന സമയം അതുങ്ങൾ രാത്രി മനുഷ്യരെ പോലെ തന്നെ ഉറങ്ങും. മീനുകൾ കണ്ണടയ്ക്കത്തില്ല, പക്ഷെ മീനുകൾ ഉറങ്ങും. മീനുകൾ ഉറക്കം എല്ലാം കഴിഞ്ഞ് കാലത്ത് എണീറ്റ് ഭക്ഷണം ഏറ്റവും കൂടുതൽ എടുക്കുന്ന സമയം പകലാണ്. സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പകൽ തന്നെ പോകും. പിന്നെ സേഫ്റ്റി ഒരു മേജർ കൺസേൺ ആണ്. അതായത് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഒരു പുതിയ സ്പോട്ടിൽ ഒരു നൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സ്പോട്ട് കറക്റ്റായിട്ട് അറിയത്തില്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സേഫ്റ്റി കൺസേൺ തന്നെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഏത് സ്പോട്ടിൽ പോയാലും ഏറ്റവും ആദ്യം ആ സ്പോട്ടിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നേരത്തെ പോയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് മേടിക്കുക. അതിന് ശേഷം അതായത് അറിയത്തില്ലാത്തൊരു സ്പോട്ടിൽ ഒരു കാരണവശാലും രാത്രിയിൽ പോകാതിരിക്കുക. അതുപോലെ തന്നെ ഒറ്റയ്ക്കൊക്കെ ഒരു കാരണവശാലും പോകാതിരിക്കുക. ആദ്യമായിട്ട് പോകുന്നൊരു സ്പോട്ട് ഒരു സോളോ ആയിട്ട് ഒരാൾ ഒരു ഫിഷിങ്ങിന് പോവുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അവർ പോകുന്ന സ്ഥലത്തെ പറ്റി മനസ്സിലാക്കുക, അവരുടെ ഏരിയ എങ്ങനെയാണെന്ന് നോക്കുക. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ തൊട്ടടുത്തൊക്കെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മാക്സിമം ഒരു ഗ്രൂപ്പായിട്ട് പോവുക. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോൾ 1-2 പേരായിട്ട് പോവുക. അതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ നമുക്ക് കാണുന്നതിനും കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്താണ്, അല്ലെങ്കിൽ ആ റോഡിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളൊരു വെള്ളത്തിലോട്ട് ഇറങ്ങിയാലും ആ വെള്ളം പകൽ കാണുന്ന പോലെ ആയിരിക്കില്ല രാത്രി. ഒഴുക്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ആഴം ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ തെന്നിപ്പോയി കഴിഞ്ഞാൽ കൂടെ ഉള്ള ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത രക്ഷാപ്രവർത്തനത്തിന് വിളിച്ച് പറയാനെങ്കിലും ഒരാൾ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്.
സോ ഇവിടെ ഇപ്പം ഒന്റാരിയോയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി സമ്മറിൽ ഇതുപോലുള്ള ലേക്സിലൊക്കെ ഒരു തരത്തിലും സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാതെ ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ലേക്കിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ ബോഡീസ് നമ്മൾ കണ്ടെത്താറുണ്ട്. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ അഖിൽ പറഞ്ഞതുപോലെയാണ്, ഒരു തരത്തിലും അതിനെക്കുറിച്ച് അറിവില്ലാതെ ഇത്തരത്തിൽ കുളങ്ങളിലായാലും ലേക്കിലായാലും ഒക്കെ പോയി അവർ ഫിഷിങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിൻ്റെയൊക്കെ റേറ്റ് കൂടുന്നത് തന്നെ. സോ മേക്ക് ഷുവർ നമ്മൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞ് വ്യക്തമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസിനോട് മാത്രം അവിടെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം മറ്റൊരു പോയിന്റ് ഇപ്പോൾ അഖിൽ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമുക്കെതിരെ കുറച്ച് നെഗറ്റീവ് കമൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻസ് ഫിഷർമാനെ കുറിച്ചൊക്കെ ഫിഷിങ്ങിന് പോകുമ്പോൾ അവർ മറ്റുള്ള ആൾക്കാർ കംപ്ലൈൻറ്റ്സ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് എന്തെങ്കിലും റൂൾസ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണോ? അതിൻ്റെ ഒരു നമ്മളിപ്പോ ഒരു അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? നിങ്ങൾക്കെതിരെ അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനറി കമന്റ്സോ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ? നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ എന്റെ ഒരു പേജിൽ തന്നെ നമുക്ക് കാണാം, ഒരുപാട് ഇങ്ങനെ വരാറുണ്ട്. നമ്മളിപ്പോ ഒരു മരം എടുക്കുകയാണെങ്കിൽ അതിൽ നല്ല ഫ്രൂട്ട്സും ഉണ്ടാവും, ചീത്ത ഫ്രൂട്ട്സും ഉണ്ടാവും. പക്ഷെ നമ്മള് ചീത്ത ഫ്രൂട്ട്സിനെ വെച്ചിട്ട് ആ മരത്തിലുള്ളത് എല്ലാം ചീത്തയാവും എന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. അങ്ങനെയാണ് മൊത്തത്തിൽ ഇപ്പൊ നടക്കുന്നത്. അതിനകത്ത് അതായത് പ്രശ്നങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അതായത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നോക്കാതെ റെഗുലേഷൻസ് പാലിക്കാതെ ചെയ്യുന്നവര്, അവർ മൂലം ഉണ്ടാകുന്ന പ്രശ്നം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തം അല്ലെങ്കിൽ നമ്മളെ പോലെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കൂടിയാണ്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം. ഇപ്പോ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ നമ്മളും ഒരേ സ്കിൻ ടൈപ്പാണ്, അവരും ഒരേ സ്കിൻ ടൈപ്പാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു രീതിയിലാണ് അവരും ചിന്തിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണം. സോ നമുക്കിപ്പോൾ ഇവിടുത്തെ ഒന്റാരിയോ ഫിഷിംഗ് ലൈസൻസ് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും, നമ്മൾ ലൈസൻസ്ഡ് ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു റൂൾസ് ഫോളോ ചെയ്യാതെ പല ആൾക്കാരും എനിക്ക് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം സാൽമൺ ഫിഷിങ്ങിന് അതിൻ്റെതായ റൂൾസ് ഉണ്ടാവും. അപ്പം പലയിടത്തും നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് നിന്ന് ഫിഷ് ചെയ്യുന്നതിനിടയ്ക്ക് ചില ആൾക്കാർ ഇപ്പം ബോഡിയിൽ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മീനെ പിടിക്കരുത്, കറക്റ്റായിട്ട് അത് വായിൽ തന്നെ കുരുങ്ങി എന്നാൽ മാത്രമേ മീൻ എടുക്കാവുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ടൈമിൽ കൂടുതൽ ആൾക്കാർ കുറെ പേർക്ക് അറിയില്ല. ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് വന്നവർക്കൊന്നും അറിയൂല എങ്ങനെയാ റൂൾസ് എന്ന്. അപ്പൊ അവര് നോക്കുമ്പോ എന്താ റിവറിൽ ഇത്രയും മീന കാണണേ, ഇവിടെ നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന പോലെയൊക്കെ ഇറങ്ങും, തോർത്തായിട്ട് അല്ലെ വലയൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഈ കൂടുതൽ പിടിക്കുന്നത്. പിന്നെ ഈ വീഡിയോ മെയിൻലി ഷെയർ ആവും, ആൾക്കാർ തമ്മിൽ ഷെയർ ആയി, അങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത്. നമ്മുടെ ഹെയ്റ്റ് സ്പ്രെഡ് ആവണം നല്ല രീതിയിൽ. അപ്പൊ എങ്ങനെ ഇല്ലീഗലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് ഫൈൻ ഒക്കെ ഏകദേശം എത്രയായിരിക്കും നോർമലി? അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ കയ്യിലിരിക്കുന്ന മീനുകളുടെ എണ്ണം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി, ടൈം, പിന്നെ ആ സ്ഥലം, ഇതെല്ലാം അപേക്ഷിച്ചായിരിക്കും. നമ്മളിപ്പോ ഒരു ഫിഷ് സാങ്ച്വറിയിൽ ഇല്ലീഗലായിട്ട് മീൻ പിടിക്കുന്ന അതേ ഫൈൻ ആയിരിക്കില്ല നമുക്ക് അല്ലാതെ ഒരു ലേക്കിലോ അല്ലാതെ ഒരു സ്ഥലത്തോ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് ഇരട്ടിയായിരിക്കും. കാരണം അതൊരു ഫിഷ് സാങ്ച്വറി ആണ് എന്ന് പറഞ്ഞാൽ അത് 365 ഡേയ്സ് ഇൻ എ ഇയർ നമുക്ക് അവിടെ പിടിക്കാൻ പാടില്ല. നോർമലി എങ്ങനെയായിരിക്കും ഒരു ഫൈൻ, ഒരു ആവറേജ് റേഞ്ച് വരുന്നത്? അത് തൗസൻഡ്സ് ആവാം, ചിലപ്പോ 200-300 ഒക്കെ സ്റ്റാർട്ടിങ് വന്നത് ഏകദേശം. ലൈസൻസ് ഇല്ലാതെ, അതെല്ലാം അവർക്ക് അവരുടേതായ കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പൊ ലൈസൻസ് ഇല്ലാതെ ഫിഷിംഗ് ആണെങ്കിൽ ഒന്ന്, അപ്പൊ അങ്ങനെ പിന്നെ ചിലതൊക്കെ വാണിംഗ് തന്നു വിടും. ചുരുക്കമാണ്. മോസ്റ്റ്ലി അവര് പ്രൂഫോടെയാണ് നമ്മളെ പിടിക്കുന്നത്. ഇവര് സാധാരണ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എവിടെയെങ്കിലൊക്കെ വന്നിട്ട് ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കി ഒരു എന്തായാലും പ്രൂഫ് ഉണ്ട് ഇവരുടെ കയ്യില്, എന്നിട്ടാണ് ഇവര് വന്ന് നമ്മളെ അടുത്ത് ലൈസൻസ് ചോദിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് ഇപ്പൊ ഇല്ലീഗലി ഒരാൾ അങ്ങനത്തെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു വഴി ഒരു മീനെ പിടിക്കുന്ന കണ്ടു, അപ്പൊ നിങ്ങൾ നോർമലി അയാളെ വാൺ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഞങ്ങൾ വാണും ചെയ്യും, കൂടാതെ റിപ്പോർട്ടും ചെയ്യും. അപ്പൊ അവര് സാധാരണ നമ്മൾ വാൺ ചെയ്യും, ഓക്കെ നിങ്ങൾ ഈ പിടിക്കുന്ന രീതി ഇല്ലീഗലാണ്. അപ്പൊ അവരത് ചിലവർ മൈൻഡ് ആക്കൂലേ, പ്രത്യേകിച്ച് സാൽമൺ സീസൺ ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആ ടൈമിൽ നമ്മൾ വിളിച്ച് പറഞ്ഞ് അവര് സാധാരണ ഒരു 1 hourലൊക്കെ എത്തുള്ളൂ. അപ്പൊ വേറൊരു പ്രശ്നമുണ്ട്, ഈ MNR നമ്പർ ഓഫ് MNR കുറവാണ് ഇവിടെ. MNR എന്ന് പറയുമ്പോൾ ഈ കൺസർവേഷൻ ഓഫീസേഴ്സിനെയാണ് MNR എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരാണ് മെയിൻ ആയിട്ട് ഫൈനും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അത് കുറവായതുകൊണ്ട് നമ്മൾ ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ റെസ്പോൺസിബിൾ ആകാന്നുള്ളത് മാത്രമാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആവുക. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ഇമാതിരി കാര്യങ്ങൾ നമ്മൾ ഇടപെടാതിരിക്കുക. പ്രശ്നം കണ്ടാൽ അവിടെ നിന്ന് നിങ്ങൾ പോവാൻ നേരത്ത് മാത്രം വിളിച്ചു പറയുക. കാരണം നിങ്ങളുടെ സേഫ്റ്റിയാണ് സേഫ്റ്റി ഫസ്റ്റ്. അത് എവിടെ പോയാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നവരുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബാക്കിയുള്ളതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. വാലിഡ് പോയിന്റ് ആണ്. ഇപ്പൊ ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെയാണല്ലോ പോകുന്നത്. സോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ വൈൽഡ് ലൈഫിനെ കാണുക അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാക്ക് ഉണ്ടാകുക, പേടിച്ചു കൂടുക, അങ്ങനത്തെ ഉള്ള ഒരു സ്കെയറി മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ ഫിഷിംഗ് തുടങ്ങിയ സമയത്ത് ഇത് ഗ്രൂപ്പായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ കുറച്ചതിന് ശേഷമാണ് ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങിയത്. അപ്പം ഞാൻ ഈ ഏർലി മോർണിംഗ് ഒക്കെ ഫിഷിങ്ങിന് പോകുന്ന ആളായിരുന്നു. അപ്പം ഞാനൊരു തവണ ഇതുപോലെ ഈസ്റ്റിലോട്ട് ഒരു തവണ ഇങ്ങനെ ഒരു ഫിഷിംഗ് സ്പോട്ടിൽ പോയപ്പം ഒരു ഫേസ് ടു ഫേസ് ഒരു കയോട്ട ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അപ്പം ഫസ്റ്റ് ഞാൻ ഫ്രീസായി, അതും ഫ്രീസായി.
പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിവേ മീൻസ് എൻ്റെ ലക്ക അത് മൂവ് ചെയ്ത് പോയി. സിനിമയിൽ പറഞ്ഞോളൂ കയോട്ടി ഇവനെ കണ്ട് പേടിച്ചോടി. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എന്നാലും ഭയങ്കര ഞാൻ ശരിക്കും ഫ്രീസായി. കാരണം ശരിക്കും ഒരു ക്ലോസ്ഡ് എൻകൗണ്ടർ ആണ്. കാരണം അതിങ്ങനെ ഒരു പിച്ച് ഡാർക്ക് അല്ല, പക്ഷെ ഒരു ഏർലി മോർണിംഗ് ആണ്. പക്ഷെ അത് കയോട്ടി ഈവൻ എനിക്കും ഞാൻ മുമ്പ് ഫിഷിങ്ങിന് പോയ സമയത്ത് സെയിം എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കത് കയോട്ടി ആണെന്ന് അറിയില്ലായിരുന്നു. അതിന്റെ ഒരു ക്യൂട്ട് ഡോഗ് കൈൻഡ് ഓഫ് ഫീൽ ആണ്. പിന്നെയാണ് മനസ്സിലായത്. അതേപോലെ അത് തിരിഞ്ഞുപോയി. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബൈസിന് ഇവിടെ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ഉള്ള ആനിമൽസ് കുറവാണ്. പിന്നെ ഉള്ള കരടിയൊക്കെ അതൊക്കെ കുറച്ച് നോർത്തൊക്കെ പോയാലേ കരടിയുള്ളൂ. അപ്പൊ റീസെന്റ് അഖിലിന്റെ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കരടിനെ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്ത് പിടിച്ചിട്ട് അതിനെ എന്താ ചെയ്തത് ശരിക്കും? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഈ ഫിഷിംഗ് ലൈസൻസ് തന്നെയാണോ അങ്ങനത്തെ ഉള്ള ഈ വൈൽഡ് ലൈഫിന് നമ്മൾ ഹണ്ടിങ് ലൈസൻസ് ഫിഷിംഗ് ലൈസൻസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഔട്ട്ഡോർ കാർഡ് ഇതാണ് എല്ലാത്തിന്റെ ബേസ്. നമുക്ക് ഔട്ട്ഡോർ കാർഡ് വേണം. ഔട്ട്ഡോർ കാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിഷിംഗ് ലൈസൻസ് പോലെ തന്നെ ഹണ്ടിങ് ലൈസൻസ് എടുക്കണം. ഹണ്ടിങ് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് പിന്നെ അതുപോലെ നമുക്കൊരു ഗണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗണ്ണ്, അല്ലെങ്കിൽ ഇപ്പൊ ബോയ് ആണെങ്കിൽ പോലും ബോ ഒണ്ടാരിയോയിൽ കൺസിഡർ ആസ് എ ഫയർ ആം ആണ്. അപ്പൊ അതിന് നമുക്കൊരു ഗൺ ലൈസൻസ് വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബെയറിനെയാണ് പോകുന്നതെങ്കിൽ ബെയർ, അതായത് ബിഗ് ഗെയിം ഹണ്ടിങ് എന്ന് പറയും, ബെയർ, ഡീർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പൊ അതിന് നമുക്ക് സെപ്പറേറ്റ് ടാഗ് എന്ന് പറയും. അതായത് ബെയർ ടാഗ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു കാര്യം കൂടി മേടിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിന് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ബെയർ ഹണ്ടിങ് ഒറ്റയ്ക്ക് പോകാവുന്ന ഒരു കാര്യമല്ല. നമ്മളെപ്പോഴും 2-3 പേരായിട്ട് പോകണം. കാരണം ഒരാൾ റൈഫിൾ യൂസ് ചെയ്യുവാണെങ്കിൽ മറ്റൊരാൾ ഷോട്ട് ഗൺ ആയിട്ട് ബാക്കപ്പ് ഉണ്ടാവണം. ഒരാൾ ബെയർ സ്പ്രേയും കൂടെ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആണ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ ഒരു കാര്യമല്ല. പിന്നെ ഒത്തിരി റിസ്ക് ഉണ്ട്. അത് ഫിഷിംഗ് പോലെ നമുക്ക് രാത്രി ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. സൺറൈസും സൺസെറ്റും മാത്രമാണ് നമുക്ക് ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ. ഇതിന്റെ ബിയറിന്റെ അത് എഡിബിൾ ആണോ മീറ്റ്? ഇവിടുത്തെ ബെയർ എപ്പോഴും എഡിബിൾ ആണ്. കാരണം നമ്മൾ പിടിക്കുന്നത് ബ്ലാക്ക് ബെയർ ആണ്. ബ്ലാക്ക് ബെയർ അത് കൂടുതൽ ബെറീസ്, ഫ്രൂട്ട്സ്, പിന്നെ ഇളം കതിരുകൾ, ഇലകളുടെ അല്ലെങ്കിൽ പുല്ലുകളുടെ ഒക്കെ ഇളം കതിരുകൾ, ഇതൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. കഴിച്ചിരുന്നോ പിടിച്ച ബിയറിനെ? എനിക്കത് മീറ്റ് പോയി മേടിക്കാനായിട്ടുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പൊ ഞാൻ വൈഫ് കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരു കയോട്ടി ഹണ്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കയോട്ടിനെ കഴിക്കുവോ? കഴിക്കാനല്ല, അത് വെറുതെ. കാരണം ചില സ്ഥലങ്ങളിൽ കയോട്ടി ഇൻവേസീവ് ആണ്. അത് പെരുകി വന്നിട്ട് അവിടെ ബാക്കിയുള്ള ജീവികൾക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളടത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് പിടിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഗൂസിനെ കാണാറുണ്ട് നമ്മള്. ഇപ്പം അഖിലിന്റെ ഇൻസ്റ്റാ ഹാൻഡിൽ കനേഡിയൻ കനേഡിയൻ ഗൂസ് എന്നാണ്. അപ്പൊ ഈ ഗൂസിനെ ഹണ്ട് ചെയ്ത് പിടിക്കാൻ പറ്റുമോ? നോർമലി പിടിക്കാം നമുക്ക് എല്ലാത്തിനും. അതെല്ലാം നമുക്ക് ഫിഷ് അതിൽ ഈ ഹണ്ടിങ് സീസൺ ഉണ്ട്. ഇപ്പൊ ഗൂസിനാണെങ്കിലും ബാക്കിയുള്ള ഏത് മൈഗ്രേറ്ററി സ്പീഷീസിനാണെങ്കിലും അതിന് ഒരു സീസൺ ഉണ്ട്. ആ സമയത്ത് നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പൊ ഹണ്ടിങ് എന്നുള്ളത് ഒരു വലിയ സബ്ജക്റ്റ് ആണ്. തൽക്കാലം നമുക്ക് ഫിഷിംഗിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇപ്പൊ ഫിഷിംഗിന് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖല സാൽമൺ ഫിഷിംഗ് ആണ്. നാട്ടിലൊക്കെ സാൽമൺ കൈൻഡ് ഓഫ് ഒരു ഭയങ്കര ഇവിടെ റിച്ച് ഫീൽ ആണ്. റിച്ച് ആൾക്കാർ കഴിക്കുന്ന ഒരു ഫുഡിന്റെ ഫീലാണ്. അപ്പൊ ഇവിടെ അത് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു മത്സ്യമാണ്. പക്ഷേ ഈ സാൽമൺ ഫിഷിങ്ങിന്റെ ടൈമിങ് എങ്ങനെയാണ്? ഏത് സമയം മുതൽ ഏത് സമയമാണ് ഒണ്ടാരിയോ ലേക്സിൽ? ഏതൊക്കെ ലേക്കിലാണ് നോർമലി? എവിടെയൊക്കെയാണ് ഇവൻ കോമൺലി ആൾക്കാർ പോകുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? കോമൺലി പോകുന്നത് റിവേഴ്സിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ളത് റിവേഴ്സിലാണ്. എന്താണെന്ന് അറിയോ, ഇവർ ഈ സ്ഥലങ്ങൾ പോകുന്നത് നോർമലി പറഞ്ഞു തരത്തില്ല എവിടെയാ മീൻ കിട്ടുന്നത് എന്നുള്ളത്. അതാണ് വേറെ ഒന്നും കണ്ടല്ലോ. അത് ആരോടും ദേഷ്യം ഉണ്ടായിട്ട് നിങ്ങൾ പിടിക്കരുതെന്നൊന്നും വിചാരിച്ചിട്ടല്ല. അത് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് ഒരു എത്തിക്സ് ഉണ്ട്. നമ്മള് അത് കാരണം അത് ബേസ് ചെയ്തിട്ട് മാത്രമാണ് സ്പോട്ട് ബേണിംഗ് എന്ന് പറയും. അത് ഒരു വളരെ അണെത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നോർമലി ഇവൻ മെയിൻ സ്പോട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന നോർമലി ഇപ്പൊ സാൽമൺ റൺ കാണാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടുകൾ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പിടിക്കാനും പറ്റുന്ന നോർമലി എല്ലാവരും പോകുന്നത്. നിങ്ങളുടെ സീക്രട്ട് സ്പോട്ട് ഒന്നും റിവീൽ ചെയ്യേണ്ട. അങ്ങനത്തെ 1-2 സ്പോട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ നമ്മുടെ ലിസണേഴ്സിന്. നമുക്ക് ക്രെഡിറ്റ് റിവർ പറയാം. ക്രെഡിറ്റ് റിവറില് അത്യാവശ്യം ഇത് അങ്ങനെയൊന്നുമില്ല. ലേക്കിൽ നിന്ന് ആക്സസ് ഉള്ള എല്ലാ റിവേഴ്സും ഇല്ലേ, എല്ലാ റിവേഴ്സിലും ഇത് കയറും. മോസ്റ്റ്ലി എല്ലാ റിവേഴ്സിലും ക്രീക്സിലും കയറും. അപ്പൊ നമ്മള് ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരെ ഏത് റിവറിലും ക്രീക്കിലും പോയി കഴിഞ്ഞാൽ ഇതിനെ കാണാം. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 എൻഡ് ഓഫ് ഓഗസ്റ്റ് തൊട്ട് ഒരു ഒക്ടോബർ 31 വരെ. പിന്നെ അതിലും ഇൻസൈഡ് റെഗുലേഷൻസ് ഉണ്ട് ആ ടൈം പീരീഡിൽ. ഇപ്പോൾ ഒരു ഏരിയ, ചില ഏരിയകളുടെ ഫിഷ് സാങ്ച്വറീസ് ആയിരിക്കും അല്ലാത്ത. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ റൂൾ ബുക്കിൽ തന്നെ നോക്കണം. പിന്നെ ഇതൊന്നും ഇപ്പൊ ഒട്ടും സീക്രട്ട് അല്ല. നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ 1000 സ്ഥലങ്ങൾ ഇതുപോലെ വരും. അതുപോലും ചെയ്യാൻ മടിയുള്ളവരാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ നമ്മളെങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോരം താല്പര്യം ഉണ്ടെന്ന് നമുക്കറിയാലോ. പക്ഷെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഫിഷിംഗിൽ നമ്മളൊരു വീഡിയോസ് ഇടുന്ന സമയത്ത് ഇപ്പം മേ ബി ആൾക്കാർ ഒരുപാട് മെസ്സേജ് ഇത് എവിടെയാണ് കിട്ടുന്നത്, എനിക്കും ഫിഷ് ചെയ്യണം, കൂടെ വരണം, എന്നെ കൂടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാണുമ്പോൾ ഉള്ള ഒരു ഭംഗിയല്ല അതിന്റെ പിന്നിലുള്ളത്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവണം, ഒരുപാട് ഏർലി മോർണിംഗ് ഇതുപോലെ പോകേണ്ടി വരും, ഒരുപാട് ഏർലി പ്രിപ്പറേഷൻസ് വേണ്ടി വരും. സോ
എന്തൊക്കെയാണ് ഇപ്പം കുറച്ച് ഗിയേഴ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത്രയും വലിയ സാൽമനെ പിടിക്കാൻ നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് സാൽമൺ അതിനകത്ത് എനിക്ക് ഇപ്പം ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ ഒടിഞ്ഞു പോകില്ല ഇത്രയും വലിയ സാൽമണെ എങ്ങനെയാണ് ചൂണ്ടയിട്ട് പിടിക്കുക എന്നുള്ളത്. സോ അതെങ്ങനെയാണ്, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ഗിയേഴ്സ് ആണ്, ഇതെന്തൊക്കെയാണ് ഇവിടെ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ സാൽമൺ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന എന്ന് വെച്ചാൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ മുട്ട, ഇത് ഫ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഈ റിവറിൽ കയറി കഴിഞ്ഞാൽ ഇത് കൂടുതൽ കഴിക്കൂല സത്യം പറഞ്ഞ. പിന്നെ ഇത് ലേക്കിൽ പണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിലൊക്കെ കയറി അടിക്കുന്നതാണ് ഓരോ സമയത്ത്. അപ്പോൾ മെയിൻലി ഈ ബീഡ്സ് എന്ന് പറയും നമ്മളിത്, സോഫ്റ്റ് പ്ലാസ്റ്റിക്കും ഉണ്ട്, ഗ്ലാസ് ആയിട്ടുള്ള സംഭവമുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ സാൽമൺ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെതായ മുട്ടയായിട്ടേ തോന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ ലൈനിൽ ഓർത്തിടുകയാണ് മെയിൻലി ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ബൈറ്റ് അല്ലേ, ഏകദേശം എഫക്റ്റീവ് ആയിട്ടുള്ള ബൈറ്റ്. റിയൽ മുട്ട ഇടാറുണ്ടോ? യെസ്, അതും ഇടാറുണ്ട്. അപ്പൊ ഞങ്ങൾ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ റോ ബാഗ് നമ്മൾ സാൽമണിൽ നിന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് അത് കെട്ടലും അതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഓ, അപ്പൊ നിങ്ങൾ പിടിക്കുന്ന സാൽമണിനകത്തുള്ള മുട്ട എടുത്തിട്ട് നിങ്ങൾ അത് പ്രിസർവ് ചെയ്ത് വെക്കും. അത് ക്യൂർ ചെയ്യും. അത് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസറിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. അത് പ്രീവിയസ് ഇയറിലെ മുട്ട നമ്മൾ ക്യൂർ ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ നമുക്കത് എടുക്കാം. യെസ്. ഇത് നമ്മൾ സാധാരണ ചൂണ്ട, അതിന്റെ ഒരു ചൂണ്ട കിട്ടുന്നതിനൊക്കെ ഓരോ രീതികളൊക്കെ ഉണ്ടാവുമല്ലോ. യെസ്. അത് എല്ലാവർക്കും അവരുടേതായ അല്ലെ നോട്ടുകളും കാര്യങ്ങളും എല്ലാം. നേരത്തെ അഖിൽ പറഞ്ഞ പോലെ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അതെല്ലാം ഞങ്ങളൊക്കെ തുടങ്ങിയത് യൂട്യൂബാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ കുറെയൊക്കെ അതിങ്ങനെ റിസർച്ച് ചെയ്ത് അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ കുറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിക്കണത് തന്നെ. അപ്പൊ ഇതൊക്കെ ഇതിനകത്തൊക്കെ ശരിക്കും നിൽക്കുവോ സാൽമൺ? ഇതൊന്ന് ഈ റോഡിനകത്ത് ഈ വെയിറ്റ് താങ്ങുമോ? ഈ റോഡിൽ ഇത് താങ്ങൂല. ഇത് ഒരു 7.6 ഫീറ്റ് റോഡാണ്. അപ്പൊ ഇത് ബാസ് അങ്ങനെയുള്ള സാധനങ്ങളിലാണ്, ബാസ്, പൈക്ക്, അങ്ങനെ ചെറിയ ചെറിയ മീനുകളാണ് ഇത് പിടിക്കുന്നത്. നമ്മൾ കൂടുതൽ സാൽമണും സ്റ്റീൽ ഹെഡും അതുപോലെ തന്നെ സാൽമണിന്റെ സെയിം റേഞ്ച് വരുന്ന മീനാണ്. ഈ മുട്ടയും ഇതൊക്കെ തന്നെയാണ് ഇത് കഴിക്കുന്നത്. അപ്പൊ അതിനെ പിടിക്കുന്ന നമ്മളൊരു 10 ഫീറ്റ് തൊട്ട് മുകളിലേക്കുള്ള റോഡുകളിലാണ് ലെങ്ത്. യെസ്. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ റിവറിൽ ഫിഷ് ചെയ്യണതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലെങ്ത് വേണ്ടത്. നമ്മളിങ്ങനെ മുകളിലേക്ക് കാസ്റ്റ് ചെയ്ത് അതിങ്ങനെ ഫ്ലോട്ട് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഇരിക്കണാണ് ഫ്ലോട്ട് ചെയ്യുക. ഈ ഇരിക്കണാണ് നമ്മുടെ ഫ്ലോട്ട്. ഇത് നമ്മൾ റിവറിലേക്ക് കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയി. അപ്പൊ ഇതിൽ വൈറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് വരുമ്പോൾ ഇത് താഴ്ത്തു പോകുമ്പോഴാണ് നമ്മൾ ഹുക്ക് സെറ്റ് എടുക്കുക. നമ്മുടെ നാട്ടില് നമ്മള് ചെറിയ വെയിറ്റ് ഇല്ലാത്ത പൊങ്ങന്നൊക്കെ പറയും, നമ്മള് വെയിറ്റ് ഇല്ലാത്ത തടികളൊക്കെ കെട്ടിയിടും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ. ആ തരത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇവിടെ ഫിഷ് ചെയ്തിട്ടുണ്ടോ? നാട്ടിലെ ഒരു സംഭവത്തിന്റെ ആ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്റ്റൈൽ ഓഫ് ഇത് സിമിലർ ആണ്, അഡ്വാൻസ്ഡ്. അതന്നെ, ഇത് നാട്ടിലുണ്ട്. നാട്ടിലിപ്പോ ഫ്ലോട്ട് ഫിഷിംഗ് ഭയങ്കര കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഒരു ക്യാമറ പോലെ ഒരു സംഭവം ഇരിക്കുന്നത് കണ്ടപ്പോ ഇത് സാൽമൺ അല്ലെങ്കിൽ ട്രൗട്ടിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റീലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് ഇതിനൊരു ഡ്രാഗ് ഇല്ല. അപ്പൊ നമ്മളും മീനും, ഞാനിപ്പോ ആ മീനായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യും. ആ മീനിന്റെ കംപ്ലീറ്റ് എനർജി ഇത് ഇവിടെ കിട്ടും. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി, ഇതിൽ ഡ്രാഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ റീലിനൊന്നും ചെയ്യാനില്ല. റീൽ ആകെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലോട്ടിനെ പ്രോപ്പറായിട്ട് ഒരു എഫക്റ്റ് ഇല്ലാതെ അതേ ഫുള്ളി ഡ്രാഗിൽ സ്മൂത്ത് ആയിട്ട് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകുക. എത്ര സമയം വരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു ലോങ്സ്റ്റ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ? അത് ഡിപ്പെൻസ് ഓൺ ഫിഷ് സൈസ് ആണ്. പക്ഷെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മീനാണെങ്കിലും എത്രയും പെട്ടെന്ന് കയറ്റുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കാനുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ചെയ്യാം. അല്ലാത്ത ഏതൊരു മീനും എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യുക. കാരണം തിരിച്ചു വിടാനുള്ളതാവുമ്പോൾ ആ മീനുകൾ ഒത്തിരി പ്രഷറൈസ്ഡ് ആവുമ്പോൾ അതിന്റെ വയറിൽ ലാക്റ്റിക് ആസിഡ് പോലുള്ള ഒത്തിരി സാധനങ്ങൾ ഫോം ചെയ്യും. അത് ആ മീനിന് കൊള്ളത്തില്ല. മീൻ ചിലപ്പോൾ അപ്പോൾ പോയി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഫിഷിനെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് തിരിച്ച് വിടുന്നുണ്ടല്ലോ, റിലീസ്. ഇപ്പൊ അഖിൽ തന്നെ വലിയ നല്ല മീനെയൊക്കെ പിടിച്ചിട്ട് റിലീസ് ചെയ്യുമ്പോൾ അയ്യോ അതിനെ വിട്ട് കളഞ്ഞല്ലോ, നമുക്ക് കിട്ടിയതിനെ കഴിക്കാന്നൊക്കെ തോന്നാറുണ്ട്. അതെന്താണ് ആ ഒരു പ്ലഷർ, മനസ്സിന്റെ ഒരു സന്തോഷം, അതിന്റെ ഒരു ലോജിക്ക് എന്താണ്? ഇവൻ വൈറ്റ്സ് ഒക്കെ ഒരുപാട് പേരോട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയാണോ? അത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സംഭവമാണോ? അതെന്താണോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എബിൻ പറഞ്ഞ പോലെ എനിക്കതൊരു സ്ട്രെസ് ബസ്റ്ററും കൂടിയാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയ ഹോബി അല്ലെങ്കിൽ പാഷൻ എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അപ്പൊ ഈ മീനുകളെ പിടിച്ച് അതിനെ കഴിക്കുന്നതിലും എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഈ പറയുന്ന പോലെ അതുങ്ങൾ തിരിച്ചു പോകുന്നത് കാണുമ്പോഴാണ്. മീനെ പിടിക്കുന്ന സന്തോഷം എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയ സന്തോഷം മീനിന്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അത് എന്താ പോകുമ്പോൾ നമുക്ക് സങ്കടമാണ്, കാരണം ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു മീനാണല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ പിടിക്കുന്ന എല്ലാത്തിനും ഞാൻ അങ്ങനെ കഴിക്കാറില്ലേ. ഒരു 100 മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 4-5 മീനുകളാണ് എന്റെ ഫ്രീസറിലേക്ക് കയറാറുള്ളത്. ബാക്കിയെല്ലാം തിരിച്ചു പോവാണ്.
നമുക്ക് എത്ര നാൾ വരെ ഇത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും ഫ്രീസറിനകത്ത്? ഫ്രീസറിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം സിപ്ലോക്ക് അല്ല, നമ്മൾ എയർ ടൈറ്റ് ചെയ്ത് വെക്കുക, വാക്യൂം സീൽ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു അപ് ടു 1 year 1.5 years ഒക്കെ നല്ല രീതിയിൽ ആ ഒരു മീറ്റ് പ്രിസർവ് ചെയ്യാൻ പറ്റും, അതേ ക്വാളിറ്റിയിൽ തന്നെ. അതല്ല വാക്യൂം സീൽ ചെയ്തില്ല എങ്കിൽ ഫ്രീസർ ബേൺ ഉണ്ടാവും, ആ മീറ്റ് ചീത്തയായി പോകും. ഇപ്പം നിങ്ങൾ സമ്മറിൽ ഫിഷ് ചെയ്യാറുണ്ട്, വിന്ററിൽ ഫിഷ് ചെയ്യാറുണ്ട്. അപ്പം സമ്മർ ഫിഷിംഗ് ആണോ വിന്റർ ഫിഷിംഗ് ആണോ കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് തരുന്നത്? ആ വിന്റർ ഫിഷിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ? വിന്റർ ഫിഷിംഗ് എക്സ്പീരിയൻസ് അതൊരു വിന്റർ ഫിഷിംഗ് എക്സ്പീരിയൻസ് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഒരു 50 foot വെള്ളത്തിൻ്റെ മണ്ടയിൽ നമ്മൾ ഒരു സ്നോ മൊബൈലിൽ നമ്മൾ പോകുന്നു. ആ ലേക്കിൻ്റെ നടുക്ക് ഒരു ഹട്ട് വെച്ചിട്ട് അത് നമ്മൾ ഫിഷ് ചെയ്യാനൊക്കെ പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നാട്ടിലായിരുന്ന സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള ഒരു ലേക്കിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ നടക്കുന്നത്. പേടി തോന്നില്ല ഇത് പൊട്ടിപ്പോവുക പൊളിഞ്ഞു പോവുക എന്നുള്ള ഒരു പേടിയാണ്. അത് നമ്മൾ അത് സ്വന്തമായിട്ടും ചെയ്യാം. ചാർട്ടർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ഇതിന് നമ്മളെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നിലവിൽ പോയേക്കുന്നത്. കാരണം കുറച്ച് റിസ്ക് ഫാക്ടർ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. കാരണം ഇത്ര ലെയർ ഓഫ് തിക്നെസ്, ഐസിന് ഇത്ര തിക്നെസ് വേണം, അതുപോലെ തന്നെ ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ ഇത് പോകാവുള്ളൂ, ഇത് മൂവ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ചധികം സേഫ്റ്റി കൺസേൺസ് ഉണ്ട് ഇതിന്. അപ്പം നമ്മൾ നിലവിൽ ചാർട്ടർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവരത് സേഫ്റ്റിയൊക്കെ അവർ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അതിന് പോകുന്നത്. ഇപ്പം ഇതൊരു ഐസ് ഫിഷിംഗ് റോഡാണ്. നമ്മൾ സാധാരണ റോഡിനേക്കാളൊക്കെ ഭയങ്കര ചെറിയൊരു റോഡാണ്. ഇതിലാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത്. ചെറിയൊരു ഹട്ട് പോലെ ഇതുപോലെ തന്നെ സോഫയൊക്കെ ഇട്ട് നല്ലൊരു കംഫി ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര തണുപ്പായിരിക്കും കാര്യങ്ങളായിരിക്കും, കാരണം ഫുള്ള് ഫ്രോസൺ ആണ്. 50 foot ലേക്ക് താഴെ ഉണ്ട്, വാട്ടറാണ്, അതിന്റെ മണ്ടയിലൊരു ലെയറിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നല്ല ഹട്ടുണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് അതിനകത്ത് കുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എൻജോയ് ചെയ്യാൻ. പിന്നെ നല്ല ചൂടാട്ടോ ഹട്ടിന്റെ അകത്തെന്ന് പറയുമ്പോൾ നമ്മള് ജാക്കറ്റൊക്കെ ഊരിയിടും, ഭയങ്കര ചൂടാ അതിന്റെ അകത്ത്. ഞാനാണെങ്കിൽ ഇപ്പൊ ഫുള്ള് ലെയറിന്റെ ഡ്രസ്സിലൊക്കെ പോയിട്ട് എല്ലാം ഊരി കളയേണ്ടി വന്നു. സാധാ ടീഷർട്ട് മതി അതിന്റെ അകത്ത് ഇരിക്കാൻ. പിന്നെ അതിന്റെ അകത്ത് പ്രൊപ്പൈൻ ഇതുണ്ട്, നമുക്ക് കുക്ക് ചെയ്യാം. അത് നമ്മുടെ ഈ ഒൻറ്റാരിയോയിൽ തന്നെ ഏത് ലേക്കിലും നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ പെർമിഷൻസ് ആപ്ലിക്കബിൾ ആണ് അതിനും ഈ പറഞ്ഞ? യെസ്, ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഇവര് കൂടുതൽ ഇങ്ങനെ ഓരോ ടൈപ്പ് ഫിഷിന് വേണ്ടിയാണ് ഓരോ ഹട്ട് സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ളത് പെർച്ച് ഫിഷിങ്ങിനാണ്. പെർച്ച് ഫിഷിംഗ് ആണെങ്കിൽ നമുക്ക് കുറെ മീൻ കിട്ടുകയും ചെയ്യും. അവരെല്ലാം തരും. നമ്മൾ ആകെ ജസ്റ്റ് എക്യുപ്മെന്റ്സ് നമ്മൾ കൊണ്ടുപോകണം, ബാക്കി വെയിറ്റ് ഉൾപ്പെടെ അവർ തരും. പക്ഷെ ആദ്യമായിട്ടൊക്കെ പോകുന്ന ഒരാൾ ഒരുപക്ഷെ ഒരു ചാർട്ടർ സർവീസിന്റെ കൂടെ പോകുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള കാരണം റിസ്ക് എടുക്കുക. കാരണം ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ കൊണ്ടുപോയി ഇതിനകത്ത് ഇറക്കാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഇവരാണെങ്കിൽ ഇതെല്ലാം നോക്കും. ഐസിന്റെ തിക്നെസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. ഒരു 12 inch ഐസെങ്കിലും വേണം അറ്റ്ലീസ്റ്റ്. നമ്മളൊക്കെ പോകുമ്പോൾ സേഫ് ആയിട്ടെന്നുള്ള ഇതില് അത് വേണം. വാക്കബിൾ സേഫ് ഐസ് എന്ന് പറയുന്നത് 6 inches ആണ്. അതിന് മീതോട്ടാണ് ബാക്കിയുള്ള എല്ലാം. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ സ്നോ മൊബൈൽ ആണെങ്കിൽ അതിന്റെ തിക്നെസ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വലിയ ട്രക്ക് പോലത്തെ സാധനങ്ങളുണ്ട്, അത് കൊണ്ടുപോകുമ്പോൾ അതിന് അത്രയും തിക്നെസ് വേണം. ഇപ്പം നിങ്ങൾ ഫിഷിങ്ങിന് പോയപ്പോൾ നിങ്ങളൊരു ഫിഷിനെ എക്സ്പെക്ട് ചെയ്ത് പോയി, അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളൊരു സംഭവം അല്ലെങ്കിൽ വേറൊരു നിങ്ങൾ ആഗ്രഹിച്ചൊരു മീൻ കിട്ടുക, അല്ലെങ്കിൽ സാൽമൺ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഐ തിങ്ക് പിങ്ക് സാൽമൺ ഒക്കെ എനിക്കൊന്ന് കുറച്ച് റെയർ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം ലോട്ടറി അടിച്ച പോലെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് അതുപോലെ അല്ലേ, അറ്റ്ലാന്റിക് സാൽമൺ അറ്റ്ലാന്റിക് സാൽമൺ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. പക്ഷെ അറ്റ്ലാന്റിക് സാൽമൺ ഹൈലി റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മുടെ നാട്ടിലെ പുലി പോലെയാണ് എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പാടില്ല, അപ്പൊ തന്നെ തിരിച്ചുവിടണം, ഫോട്ടോ പോലും എടുക്കാൻ പാടില്ല. അപ്പൊ അതിനെ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ട്രൗട്ടിനെ ടാർഗറ്റ് ചെയ്ത് തന്നപ്പോ അറ്റ്ലാന്റിക്കിനെ ഫോട്ടോ എടുത്ത് അല്ല, ഞാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ വിചാരം കണ്ടു കഴിഞ്ഞാൽ ട്രൗട്ട് പോലെ തന്നെ ഇരിക്കും. തിരിച്ചു വിട്ടു, നമ്മള് അപ്പൊ തന്നെ തിരിച്ചു വിട്ടു. പക്ഷെ കറക്റ്റ് ട്രൗട്ടാണിത്. കണ്ടു കഴിഞ്ഞാൽ ട്രൗട്ട് പോലെ ഇരിക്കും. പക്ഷെ അതിന്റെ കുറച്ച് വായന്റെ ഷേപ്പും ഇതൊക്കെ നമ്മൾ ആദ്യം കാണുമ്പോൾ ഇത് ട്രൗട്ടാന്ന് വിചാരിക്കുള്ളൂ. ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഫിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലൈസൻസ് ഒക്കെ പഠിച്ച് ഫിഷിങ്ങിന് പോകുന്നുണ്ട്, മീൻ കിട്ടിയതിന് ശേഷം ഇത് ഏത് മീനാണ്, ഇതിനിപ്പോ പിടിക്കാൻ പറ്റുമോ, അങ്ങനെ വീണ്ടും ലൈസൻസ് അല്ലെങ്കിൽ പ്രൊസീജിയർ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത്. അല്ലെങ്കിൽ ഈ ചില സ്ഥലത്ത് നമ്മൾ ചില സ്പീഷീസിനെ ടാർഗറ്റ് ചെയ്തുമ്പോൾ വേറെ ഏതെങ്കിലും സ്പീഷീസ് ആണെങ്കിൽ ചിലപ്പോൾ ആ റീജിയനിൽ ആ സ്പീഷീസ് ആ ടൈമിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ആ മീൻ അവിടെ ഓപ്പൺ ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ റൂൾ ബുക്കിൽ നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും സേഫ് റൂൾ ബുക്കിൽ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. കാരണം ഇൻ കേസ് ബൈ ചാൻസ് ഇതിപ്പം ഗൂഗിളിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബൈ ചാൻസ് ചിലപ്പം ഓഫീസേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ സാധനം ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈമിൽ നിന്നല്ല, ചില സോണിൽ ചില ഫിഷിൻസിന് മെഷർമെന്റ്സ് വരെ ഉണ്ട്. അതായത് ഇന്ന റേഞ്ച് തൊട്ട് ഇന്ന റേഞ്ച് വരെയുള്ള സൈസ് ലിമിറ്റ് ഉണ്ട്.
ഇന്ന സൈസിലുള്ളതിനെ പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സൈസിന് വെളിയിലുള്ള മീനിനെ പിടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നമ്മുടെ ഈവൻ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ റെഫ്രിജറേറ്ററിനകത്തിരിക്കുന്ന മീനായാലും കൗണ്ടബിൾ ആയിരിക്കും. നമുക്കിപ്പോൾ ലിമിറ്റഡ് ഉണ്ട്, ഇത്ര മീനെ പിടിക്കാൻ പാടുള്ളൂ. ഇപ്പം 20 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം പിടിച്ച് 10 കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? ഡെയിലി കൗണ്ട് ആണോ? എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ്? പൊസഷൻ ലിമിറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉള്ള മൊത്തത്തിലുള്ള ലിമിറ്റാണ് ഇവർ. ഇൻക്ലൂഡിങ് നമ്മുടെ വീട്ടിൽ ഫ്രീസറിൽ നമ്മൾ നേരത്തെ പിടിച്ചത് ഉൾപ്പെടെയാണ്. അതെ, അത് ഉൾപ്പെടെയാണ്. അത് ഉൾപ്പെടെ ഇവർക്ക് റൈറ്റ് ഉണ്ട്. നമ്മുടെ എല്ലാ നമ്മളിപ്പോ ഫിഷിങ്ങിന് പോകുമ്പോൾ ഇവർ പിടിച്ചെന്ന് വെച്ചോ, നമ്മൾ ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഓൺ ആക്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സീസ് ചെയ്യാനുള്ള അവർക്ക് റൈറ്റ് ഉണ്ട്. നമ്മുടെ കാർ സെർച്ച് ചെയ്യാൻ, നമ്മുടെ വീട് വരെ സെർച്ച് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ഗിഫ്റ്റ് ചെയ്യുന്ന കാര്യം കൂടെ മീൻസ് യെസ്, ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ പൊസഷനിൽ നിന്നാണ് അത് പോകുന്നത്. അപ്പൊ നമ്മുടെ ലിമിറ്റിൽ നിന്ന് ആ ഗിഫ്റ്റ് ചെയ്യുന്ന ഇത് കുറയും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ മീൻ പിടിച്ചു കഴിഞ്ഞാൽ വിൽക്കാൻ പാടില്ല. നമുക്ക് കൊമേഴ്ഷ്യൽ ഫിഷിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എന്ത് സാധനമാണെങ്കിലും, ഫിഷ് വിൽക്കാനാണെങ്കിലും അതിന്റെ എഗ്ഗ് വിൽക്കാനാണെങ്കിലും കൊമേഴ്ഷ്യൽ ഫിഷിംഗ് ലൈസൻസ് ഇല്ലാതെ പറ്റൂല. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് ഇതൊക്കെ നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് IAS ഒക്കെ ചിലപ്പോൾ കിട്ടും. ഇവിടെ ഒരു വെറുതെ മീൻ പിടിക്കാനുള്ള റൂൾസ് ആണ് ഒൻറ്റാരിയോയിൽ. സോ ഫിഷിംഗ് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സോ പിന്നെ നിങ്ങളുടെ ഈ പറഞ്ഞൊരു ഓവറോൾ ഫിഷിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പോൾ പുതുതായിട്ട് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇപ്പം മലയാളീസ് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർ ഒരുപാട് ഫിഷിങ്ങിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു അസോസിയേഷനോ ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ, നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് സംസാരിക്കാമോ? നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി ഫോം ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലബിൻ്റെ പേര് കനേഡിയൻ മലയാളി ആംഗ്ലേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ് എന്നാണ്. നമ്മൾ അത് ഒഫീഷ്യലി ഫോം ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാത്തത്. നമ്മൾ ഒണ്ടാരിയോ ഫെഡറേഷൻ ഓഫ് ആംഗ്ലേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്ന കാനഡയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ഔട്ട്ഡോർ എന്തൂസിയാസിൻ്റെ ഒരു ക്ലബ്ബുണ്ട്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു നമ്മളുടെ ക്ലബ്ബും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു വൈഡ് റീച്ച് അവിടെ തന്നെ ഉണ്ട്. അതുമാത്രമല്ല ഫിഷിങ്ങിലായാലും ഹണ്ടിങ്ങായാലും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡെർബീസ്, അവരുടെ ഫിഷിംഗ് കോമ്പറ്റീഷൻസ്, പിന്നെ അതുപോലെ തന്നെ ക്രീക്ക് ഷോർ ലൈൻ ക്ലീനപ്സ്. കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫിഷിംഗ് ആയിക്കോട്ടെ ഹണ്ടിങ് ആയിക്കോട്ടെ, നമ്മൾ ആ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തിനോട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ കൂടെ നമ്മളുടെ മൊത്തത്തിൽ ഇപ്പം നിൽക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റീനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലബ്ബ് ഫോം ചെയ്തത്. സോ താങ്ക് യു വെരി മച്ച് നമ്മുടെ ഫിഷിംഗ് ട്രയോ എബിൻ, അഖിൽ ആൻഡ് ലിപിൻ. ഒരുപാട് നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ അറിവുകളൊക്കെ ഞങ്ങളോട് പകർന്നു തന്നതിന്. സോ ഫിഷിംഗ് എന്ന് പറഞ്ഞത് ഒരിക്കലും മീൻ പിടിക്കുക മാത്രമല്ല, ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക കൂടിയാണ്. സോ നിങ്ങളുടെ ഗിയേഴ്സ് ഈ ഒരു സമ്മറിൽ റെഡിയാക്കുക, മീൻ പിടിക്കാൻ പോവുക, ഒപ്പം ഒരു ചായ കൂടെ ഗ്രാബ് ചെയ്യുക. ഇറ്റ്സ് മീ RJ ലാലു സൈനിങ് ഫ്രം ചായക്കട ചാറ്റ്.